വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവും കേരളവും ചർച്ച നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുകയാണ്. കേരളവും കേന്ദ്രവും ചർച്ച നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ധനമന്ത്രിമാരും ധനകാര്യ സെക്രട്ടറിമാരും ചർച്ച നടത്തണമെന്ന ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഏത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്? ഇന്ന് കേരളം നൽകിയ, അതായത് ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് കേരളത്തെ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ഞെരുക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കേരളം നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാൻ ഇരിക്കുകയായിരുന്നു. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കാനായി വെച്ചിരുന്നത്. 43ാമത്തെ ഐറ്റമായാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാനിരുന്നത്. ഏതായാലും കോടതി നടപടികൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഈ വിഷയത്തിൽ കോടതിയുടെ ഒരു ഇടപെടൽ അവസാന ഭാഗത്തേക്ക് പോരെ പകരം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തി ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്നതല്ലേ എന്ന് കോടതി ചോദിച്ചത്. കാരണം ഇത് ഫെഡറലിസവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. മാത്രമല്ല, ഇത് കേരളത്തിൽ മാത്രമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനും കോടതിക്ക് കഴിയില്ല. കാരണം കോടതി ഒരു തീരുമാനം എടുത്താൽ അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ബാധകമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ആ ഒരു ഘട്ടത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചത്. ഇക്കാര്യത്തിൽ കേരള സംസ്ഥാന ധനമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ സെക്രട്ടറിയും കേന്ദ്ര ധനമന്ത്രിയുമായും അതുപോലെ തന്നെ ധന സെക്രട്ടറിയുമായും ചർച്ച നടത്താനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും കേരളത്തിന്റെ അഭിഭാഷകൻ ഈ ചർച്ചയ്ക്ക് കേരളം തയ്യാറാണ് എന്നുള്ളൊരു നിലപാട് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കാൻ കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 2 മണിക്ക് ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ ചർച്ച എവിടെ വെച്ച് എങ്ങനെ നടത്തുമെന്നുള്ള കാര്യം അറിയിക്കണമെന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രശ്നം ചർച്ചയിലൂടെ കോടതിക്ക് പുറത്ത് വെച്ച് പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ലിബീഷ്. ശരി ആന്റണി, കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു ചർച്ചയ്ക്ക് കളമൊരുങ്ങുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം നടക്കുന്നത്. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ആന്റണി നൽകിയത്.